ആശാസാരംഗ് ജീവിക്കായിരുന്നു, അഭിനയിക്കല്ലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. ഈ എന്ന് പറഞ്ഞ പാട്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെല്ലാവരും വന്ന് കാണണം. അമ്മയും അമ്മൂമ്മ അമ്മായിയമ്മ എല്ലാം കൂടി ചേർന്നൊരമ്മ, പിന്നെ ഒരു നിലത്തെഴുത്ത് ആശാദിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. സട്ടിലായിട്ട് നിഷ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കണ്ണു നനയിക്കുന്ന ഒരു സിനിമയാണ് നൊസ്റ്റാൾജിയ എന്ന് പറയാം. അങ്ങനത്തെ ഒരു പടത്തിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയത് വളരെ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നിഷ ചേച്ചിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളയിൽ അമ്മയായിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ? കുമ്പളയിൽ അമ്മ ഇത് അമ്മയാണ്, അമ്മൂമ്മയാണ്, അമ്മായിയമ്മയാണ്, എല്ലാമാണ്. അപ്പോൾ അമ്മയും അമ്മൂമ്മ അമ്മായിയമ്മ എല്ലാം കൂടി ചേർന്നൊരമ്മ, പിന്നെ ഒരു നിലത്തെഴുത്ത് ആശാദിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അമ്മയെക്കാളുപരി നമ്മൾ അധ്യാപകർ കുട്ടികളുടെ അമ്മയ്ക്ക് തുല്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും അമ്മയായിട്ട് ജീവിക്കാൻ പറ്റും. അത് വളരെ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളിലേക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഇത് കാണണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത്രയും അറ്റാച്ച്മെൻറ്റ് അധ്യാപകരോട് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തിയെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു മൂവി ഉപകാരം ചെയ്യും. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണാൻ എല്ലാവരും കാണണം കേട്ടോ, എല്ലാവരും കാണണം കേട്ടോ. ശരി, നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിട്ടുണ്ട്. സബ്ജക്റ്റ് വൈസും എല്ലാം. ഞാൻ ആക്ടേഴ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ട, എല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷയുടെ കാര്യം പറയാനൊന്നുമില്ല, കാരണം ഞാൻ 8-9 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റും ക്യാരക്ടറും അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു കുറച്ച് ഏജ് ആകുന്നൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് സട്ടിലായിട്ട് നിഷ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കണ്ണു നനയിക്കുന്ന ഒരു സിനിമയാണ് നൊസ്റ്റാൾജിയ എന്ന് പറയാം. കാരണം പഴയ എഴുത്തോല സമ്പ്രദായങ്ങളെ നമുക്ക് വീണ്ടും ഇപ്പോഴത്തെ ജനറേഷൻ മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എഴുത്തോല എഴുത്താശാട്ടിയൊക്കെ നമുക്കറിയില്ല, പക്ഷേ അവരെയൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുകയും മനോഹരമായ കഥ പറയുകയും ചെയ്യുന്ന സൂപ്പർ സിനിമ. അക്ഷരങ്ങൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു വളരെ സൂപ്പർ പാട്ട്. നേരത്തെ തന്നെ അത് വൈറലായെന്ന് തോന്നുന്നു ആ പാട്ട് ഇറങ്ങുന്നതിനും അല്ലേ. അങ്ങനത്തെ ഒരു വെറൈറ്റി പാട്ടുമുണ്ട്, രസമുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവരും കാണുക എന്ന് പറയാനും, കാരണം നല്ല സിനിമകൾ മിസ്സാക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു സിനിമയാണ്, ധൈര്യപൂർവ്വം പറയാം. നല്ല സബ്ജക്റ്റ്. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, വന്ന് കാണുക, ധൈര്യമായിട്ട് കാണുക. കാരണം കുട്ടികളെയും കൊണ്ടുവരണം. എല്ലാം ഒത്തടങ്ങിയ ഒരു നല്ല സിനിമ. ബോളി ചേച്ചിയും നല്ല അടിപൊളിയായിട്ടുണ്ട്. കൃഷ്ണേന്ദ്രപ്രസാദ് ഒക്കെ, ജ്യേഷ്ഠൻ ഒക്കെ അഭിനയിച്ച എല്ലാവരും വളരെ മനോഹരമായിട്ട് കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. നന്മ നിറഞ്ഞൊരു നല്ല പടം, ഒരു ചെറിയ പടമാണ് ഞങ്ങളുടെ സിനിമ. എല്ലാവരും കാണണം. നിങ്ങളാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഞങ്ങൾക്ക്. ഞാനിതിൽ ശ്യാമള എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നന്നായി ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഇത്രയും ത്രൂ ഔട്ടായ ഒരു ക്യാരക്ടർ എനിക്ക് ഇതിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ കാണണം. നമുക്കുണ്ടായിരുന്ന കുറേ നന്മകൾ ഇപ്പോൾ അതൊന്നും കാണാനില്ല. എഴുത്തോല എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്താണെന്ന്. അപ്പോൾ അവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും കുട്ടികളായിട്ട് പോയി കാണണം എന്നാണ് എൻ്റെ ഒരു. എനിക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് സിനിമാ മേഖലയിൽ ആദ്യം തുടക്കം കുറിക്കുന്നത് എഴുത്തോല ത്രൂ ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സ്പെഷ്യലാണ്. പിന്നെ എഴുത്തോല എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ മൂവിയല്ല, ഇതൊരു ഫെസ്റ്റിവൽ ടൈപ്പ് ഓഫ് മൂവിയാണ്. അപ്പം പഴയകാല ഒരു ചരിത്രമാണ്, മീൻസ് ഒരു കഥയാണ്. ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കഥയും കൂടാണ് എഴുത്തോല എന്ന് പറയുന്നത്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ പോലും എഴുത്തോലയില്ല, അതിലും പിന്നിലുള്ള ഒരു കഥയാണ് പറയുന്നത്. സോ ഇത് റിലീസാക്കണം എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചത് ഈ സിനിമയ്ക്ക് ഒരു പ്യോറിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യാതാണ് ഈ സിനിമ ഇറക്കിയത്. കാരണം അതിൻ്റെ അത്രയും നന്മയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ്. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അവർക്ക് ഇതുമായിട്ടൊന്നും അറിവില്ലായിരിക്കും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം മാറിയിട്ടുണ്ടെന്നും കൂടെ ഇതിലൂടെ ഒരു
ഒരു അവയർനെസ് പോലെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല പാട്ടുകൾ എല്ലാം. പിന്നെ ശങ്കർ സാറിൻ്റെ പ്രൊഡക്ഷൻ, ശങ്കർ സാർ ഒരു കുറേ നാൾ കഴിഞ്ഞുള്ള പുള്ളിയുടെ ഒരു കംബാക്ക്. അപ്പം അതിലൊക്കെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആ ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിയാണ് പിന്നെ ഒത്തിരി സീൻസ് ഭയങ്കര ഇമോഷണലി നമുക്ക് ഇത് ടച്ചിങ് ആയിട്ടുണ്ട്. എല്ലാ ഇതിനകത്ത് വരുന്ന പാട്ട് ഈ എന്ന് പറഞ്ഞ പാട്ട് എല്ലാ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെല്ലാവരും വന്ന് കാണണം. അവരുടെ പാരൻസുമായിട്ട് വന്ന് കാണണം. ABCDEFG എന്ന് പറഞ്ഞ പാട്ട് പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മലയാള അക്ഷരങ്ങളും ഒരു പാട്ട് രൂപേണ പഠിച്ച് എല്ലാവരും മുമ്പിലോട്ട് എത്തുക. അതാണ് എൻ്റെ ഒരു ആവശ്യം. അതെല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും വരണം കേട്ടോ. നമ്മുടെ ഒരു പടം ഇന്ന് റിലീസ് ചെയ്യുകയാണ്. എഴുത്തോല. കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. എഴുത്തോലയിലെ പാട്ടും ഒരു പാട്ട് ഐ എന്നുള്ള വ്യഞ്ജനാക്ഷരം വെച്ചുള്ള പാട്ട്, അത് എനിക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നടൻ ശങ്കറിൻ്റെ സിനിമയിൽ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണ്. അതിമനോഹരമായാണ് ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഷോട്ടും ഓരോ സീനുകളും അതിഗംഭീരമായിട്ടുണ്ട്. ഞാനിപ്പോൾ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ എവിടൊക്കെയോ എൻ്റെ നെഞ്ചിലിങ്ങനെ ചെറിയൊരു ഒരു വല്ലാത്തൊരു ഫീലുണ്ടാക്കിയിട്ടുള്ളത്. തൊണ്ടക്കിങ്ങനെ അടക്കി പിടിക്കുന്നൊരവസ്ഥ, ഇടറുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ ഒന്ന് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് പല സീനുകളും വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള പടമാണത്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഈ കുഞ്ഞു പടത്തിന് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, വിജയിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഓക്കെ, താങ്ക് യു. സാറെനിക്ക് ജീവിക്കായിരുന്നു, അഭിനയിക്കല്ലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. വേറൊന്നും പറയാനില്ല. വേറെന്താ പറയുക, നല്ല സിനിമ, നന്നായി മനുഷ്യർക്ക് ഇരുന്ന് ആസ്വദിക്കാവുന്ന, എങ്ങനെ ഭയങ്കര കോമഡി പറ്റൊന്നുമല്ല, പക്ഷെ ജീവഗന്ധിയായ ഒരു ചിത്രം എന്നേ എനിക്ക് പറയാനുള്ളൂ. എഴുത്തോല ഒരു കുടുംബചിത്രമാണ്. മലയാളികൾക്ക് വളരെ റയറായിട്ടാണ് ഇപ്പോൾ ഒരു കുടുംബചിത്രം ലഭിക്കുന്നത്. ദേശാടനത്തിനും ആകാശദൂതിനുമൊക്കെ ശേഷം മലയാളികൾക്ക് കുടുംബമായിട്ട് കാണാൻ കഴിയുന്ന മികച്ചൊരു ആ രീതിയിലുള്ളൊരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് നിഷാ സാരംഗിൻ്റെ അത്ഭുത പ്രകടനത്തിലും അതുപോലെ മോഹൻ സിതാരയുടെ മ്യൂസിക്കിലും പടം വളരെ ഫാമിലി ഓഡിയൻസിന് വേണ്ടി എടുത്തൊരു സിനിമ. എല്ലാ ഫാമിലിയും കാണണം. ഈ സിനിമ ഫാമിലികൾ ഏറ്റെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.